അടിപൊളി ഒരു പുഴുങ്ങിയ മുട്ട കൊണ്ട് തന്നെ 8 പേർക്ക് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എണ്ണയിലേക്ക് സവാള ഒന്ന് വഴറ്റിയ ശേഷം പച്ചമുളകും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് ഇളക്കിയിട്ട് 1 ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് ഇളക്കി ഒരു തക്കാളി മല്ലിയിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഒരു പുഴുങ്ങിയ മുട്ട ഇതുപോലെ സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ മറ്റൊരു ബൗളിൽ 2 മുട്ടയും 1/4 കപ്പ് മിൽക്കും പിന്നെ ചില്ലി ഫ്ലേക്സും മല്ലിയിലിട്ട് അടിച്ചൊന്ന് മാറ്റി വയ്ക്കാം. മൈദാമാവ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതും എടുത്ത് വയ്ക്കണം. 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഒന്നിലേക്ക് മസാല വെച്ച് ഇതുപോലെ മുട്ടയുടെ സ്ലൈസും വെച്ച് മറ്റേത് മൈദാമാവിൽ മുക്കിയിട്ട് നമുക്ക് വെച്ച ശേഷം ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് ഉണ്ട് റൗണ്ട് ഷേപ്പിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബട്ടർ ഒഴിച്ച പാനിലേക്ക് ഈ മുട്ടയിൽ മുക്കിയ ബ്രെഡ് ഇതുപോലെ വെച്ച് തിരിച്ചും മറിച്ച് നല്ല ഗോൾഡൻ കളർ വരെ എടുക്കണം. അപ്പോൾ അടിപൊളി നമ്മളുടെ ബ്രെഡ് മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ.